നമസ്കാരം പ്രിയ സുഹൃത്തുക്കളെ. ഇന്ന് ചില പ്രത്യേക സാഹചര്യങ്ങൾ കാരണം ഇന്ന് രാവിലെ ടാരോ റീഡിംഗ് നടന്നില്ല. അപ്പോൾ അതുകൊണ്ട് ഇന്ന് കിടക്കുന്നതിന് മുമ്പ് ഒന്ന് എന്താണ് നമ്മുടെ കറണ്ട് എനർജി, ഇപ്പോഴത്തെ എനർജി എന്തെന്നും അതുപോലെ തന്നെ എന്താണ് നമ്മുടെ യൂണിവേഴ്സൽ ഗൈഡൻസ്, നമ്മൾ ഇന്ന് രാത്രി ഉറങ്ങുമ്പോൾ നമുക്ക് എന്ത് അനുഭവം, എന്ത് റിസൾട്ട് പ്രതീക്ഷിക്കാം എന്നുള്ളതാണ് നോക്കാം. അപ്പോൾ ആദ്യത്തെ കാർഡ് എന്താണ് നമ്മുടെ കറണ്ട് എനർജി, അതുപോലെ തന്നെ രണ്ടാമത്തെ കാർഡ് എന്ത് ഗൈഡൻസ് ആണ് യൂണിവേഴ്സ് നമുക്ക് തരുന്നത്, മൂന്നാമത്തെ കാർഡ് എന്ന് പറയുന്നത് നമുക്ക് ഇന്ന് ഉറങ്ങുമ്പോൾ എന്ത് പ്രതീക്ഷിക്കാം. നമുക്ക് നോക്കാം. ഒന്നാമത്തെ കാർഡ് എന്ന് പറയുന്നത് സ്ട്രെങ്ത് എന്ന് പറയുന്ന കാർഡാണ് വന്നിരിക്കുന്നത്. സ്ട്രെങ്ത് എന്ന കാർഡ് വരുമ്പോൾ നമുക്കറിയാം, ആരോഗ്യത്തിൻ്റെ കാര്യത്തിൽ നമ്മുടെ ആന്തരിക ചൈതന്യവും ക്ഷേമവും ബന്ധപ്പെടാൻ ഈ കാർഡ് നമ്മളെ പ്രോത്സാഹിപ്പിക്കുന്നു. ശാരീരികവും വൈകാരികവും ആത്മീയവുമായ സന്തുലിതാവസ്ഥ പ്രോത്സാഹിപ്പിക്കുന്ന സമഗ്രമായ രീതികൾ സ്വീകരിക്കാൻ നമ്മളെ ഉപദേശിക്കുന്ന ഒരു കാർഡാണ് സ്ട്രെങ്ത് എന്ന കാർഡ്. അപ്പോൾ ഇതാണ് നമ്മുടെ കറണ്ട് എനർജി. നമുക്ക് ആരോഗ്യം ഉണ്ട് എന്നുള്ളത് തന്നെ ആരോഗ്യകരമായിട്ടുള്ള രീതിയിൽ തന്നെ ചിന്തിക്കാം. ഇനി രണ്ടാമത്തെ കാർഡ് എന്ന് പറയുന്നത് വീൽ ഓഫ് ഫോർച്യൂൺ. വീൽ ഓഫ് ഫോർച്യൂൺ കാർഡ് വരുമ്പോൾ സാമ്പത്തികമായി നമുക്ക് ആവശ്യമുള്ള മാറ്റങ്ങൾ അനുഭവപ്പെടാം. സമൃദ്ധിയും സ്ഥിരതയും കൊണ്ടുവരുന്ന സാമ്പത്തിക പരിവർത്തനങ്ങളെ സ്വാഗതം ചെയ്യുന്ന ആ മെസ്സേജ് തരുന്ന ഒരു കാർഡാണിത്. അപ്പോൾ ബന്ധങ്ങളിലും അനുകൂലമായ വെല്ലുവിളി നിറഞ്ഞതോ ആയ മാറ്റങ്ങൾ മുൻകൂട്ടി കാണണം. അവിവാഹിതരാണെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ സാരമായി ബാധിക്കുന്ന പുതിയ ഒരാളെ നമ്മൾ കണ്ടുമുട്ടിയേക്കാം. അപ്പോൾ ഇത് വീൽ ഓഫ് ഫോർച്യൂണാണ്. നമ്മുടെ അവസ്ഥ എന്താണോ അത് നമ്മുടെ കാലചക്രം തിരിഞ്ഞു വരും. മൂന്നാമത്തെ കാർഡ് എന്ന് പറയുന്നത് നമുക്ക് എന്ത് പ്രതീക്ഷിക്കാം എന്ന് പറയുമ്പോൾ 5 ഓഫ് പെൻറ്റക്കിൾസ് എന്ന കാർഡാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ആത്യന്തികമായി കയ്യിലുള്ള പ്രശ്നങ്ങൾ മുൻകൂട്ടി അഭിസംബോധന ചെയ്യാൻ പെൻറ്റക്കിൾസിലെ 5 എന്ന സംഖ്യ നമ്മളോട് ആവശ്യപ്പെടുകയാണ്. ബുദ്ധിമുട്ടുകൾ അംഗീകരിക്കുകയും നമ്മുടെ സാഹചര്യങ്ങൾ മെച്ചപ്പെടുത്തുന്നതിനുള്ള നടപടികൾ കൈക്കൊള്ളുകയും ചെയ്യുന്നതിലൂടെ നമുക്ക് ഭാരം ലഘൂകരിക്കാനും വീണ്ടെടുക്കലിലേക്കും സ്ഥിരതയിലേക്കും നീങ്ങുന്നതിനുള്ള ഒരു പാത കണ്ടെത്താനും കഴിയും. സോ യു ഷുഡ് ടേക്ക് ദാറ്റ് ആക്ഷൻ. അതായത് നമുക്കിപ്പോൾ ഒരു പ്രശ്നങ്ങൾ മുൻകൂട്ടി കണ്ടുകൊണ്ട് അതിനുള്ള നടപടിക്രമങ്ങൾ നമ്മൾ സ്വീകരിക്കണമെന്നാണ് 5 ഓഫ് പെൻറ്റക്കിൾസ് സൂചിപ്പിക്കുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ റീഡിംഗ്. നമുക്ക് നാളെ രാവിലെ വീണ്ടും കാണാം. താങ്ക് യു സോ മച്ച്. എവരിബഡി ഗുഡ് നൈറ്റ്.